കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. കാക്കയല്ല, സിംഹം വരെ അടിക്കും. സിംഹം. എന്താ ഇത് കണ്ടിട്ട് മൃഗപാലൻ ഡോക്ടറെ പോലെ ഇരിക്കുന്നു. എന്റെ ചേട്ടാ, ഇത് മൃഗപാലൻ ഡോക്ടർ തന്നെ. ഞാൻ പുള്ളിയുടെ സ്മരണയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. പുള്ളിയുടെ സ്മരണയ്ക്കാ? ആ എടാ, ഞാനും മൃഗപാലൻ ഡോക്ടറുമായിട്ടല്ല ബന്ധം. പിന്നെ നിനക്കെന്തോന്ന് സ്മരണ? എന്റെ ചേട്ടൻ എന്റെ ചേട്ടനല്ലേ? ചേട്ടന്റെ സാറാണല്ലോ ഈ മൃഗപാലൻ ഡോക്ടർ. അപ്പം ചേട്ടന്റെ സാറാണ് മൃഗപാലൻ ഡോക്ടർ ആകുമ്പം എന്റെ സാറാകത്തില്ലേ ഈ മൃഗപാലൻ ഡോക്ടർ? എന്താടാ ചേട്ടൻ അനിയൻ സാറ്? അത് തന്നെ. ഇപ്പം ഏകദേശം മനസ്സിലായി. ഇത് കാക്ക ഓടിക്കാൻ വേണ്ടി ചിറ്റപ്പ ഉണ്ടാക്കിയത്. കാക്ക ഓടിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ചു വിടാൻ വേണ്ടിട്ട്. ഞാൻ കുറച്ചു നേരത്തെ നിന്റെ അടുത്ത് പറഞ്ഞേക്കാൻ നീ മറന്നാ? അച്ഛാ, ഇത് കാക്കയ്ക്ക് ഒരു ദ്രോഹം ഒന്നും ഉണ്ടാക്കുന്നില്ല. നമ്മളെ ഒരു എന്തെങ്കിലും ഒരു വസ്തു നമ്മളെ പേടിപ്പിച്ചാൽ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് നിനക്ക് അറിയാമോ? നമ്മുടെ മാനസിക നില തെറ്റും. അതുപോലെ തന്നെ മറ്റു ജീവികൾക്കും. പറഞ്ഞത് കറക്റ്റാണ് ശംഭു. 2 ദിവസം മുമ്പേ മാനസിക നില തെറ്റിയ ഒരു കാക്ക കിളി പോയി എൻ്റെ അടുത്ത് വന്നായിരുന്നു. പിന്നെ ഇത് ഭ്രാന്ത് പിടിച്ച് മരിച്ചുപോയി. നീ പത്രത്തിൽ വായിച്ചതായിരിക്കും. പത്രത്തിൽ വായിച്ചതല്ല, മാനസിക നില തെറ്റിയെന്ന കാക്കയല്ലേ, അതിന്റെ കുഞ്ഞമ്മയുടെ മാമന്റെ മോളുടെ മാമ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഇവന്റെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. പക്ഷെ നീ സൂക്ഷിച്ചോ. നിന്റെ അടുത്ത് ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞല്ലേടാ, ഞാൻ വട്ട് പറയണമെന്നാണ് നീ വിചാരിച്ചത്? നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നെ. മനസ്സിലായി. മറ്റു ജീവജാലം മറക്കരുത് മോനെ. പൊന്മകൻ വന്താൽ പൊരുൾ കോടി തന്താൽ മൂമേലെ വാസൽ കൊഞ്ചും തേനാക കണ്ണനെ കൊഞ്ചോ. എങ്ങോട്ടാണ് സുമേഷ് കോലവും മറ്റൊരു കോലവും കൂടെ? ഞങ്ങളുടെ പല വഴിക്കും പോകും. നിനക്ക് മനസ്സിലായില്ലേ? ആരാ? ഇതാണ് നിന്റെ പ്രിയതമൻ മണ്ണുമന്തി. ഇത് തൊങ്ങോണ്ട് എങ്ങോട്ടാ പോണേ? ഞാൻ കുറച്ച് ചോറ് വാരി കൊടുക്കാൻ പോകുന്നു. കോഴിക്കോട് ഞാൻ വാരി കൊടുത്തടാടി. നീ കൊട്ടിക്കടാ. പറമ്പ് നിറയെ കാക്ക, പൊറുതി മുട്ടിയ ഡാഡി. കയ്യിൽ പൊന്നും കൂടം വെച്ചിട്ട് ഒരു സഹായത്തിനായി ലോകം മുഴുവൻ അണിഞ്ഞു. അവസാനം ഒരു സഹായത്തിനായി ഈ പൊന്നുമോൻ തന്നെ വേണ്ടി വന്നു. അപ്പച്ചിക്ക് കാര്യം മനസ്സിലായില്ലേ? നമ്മുടെ ഉണക്കാഞ്ഞിട്ട തേങ്ങയില്ലേ, അതിന് കാവിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ദേ ഈ കോലം. പിന്നെ പൊന്നും കൂടം ചിറ്റപ്പനാണെന്നാണ് ചിറ്റപ്പൻ ഉദ്ദേശിച്ചത്. ഈ കോലത്തിന് പകരമാണ് അച്ഛൻ എന്റെ കൊച്ചിനെ പിടിച്ച് ആ വെയിലത്ത് നിർത്തിയത് തൊപ്പിയും വെച്ച്. അത് കൊച്ചു കോലം, ഇത് ബെടാ കോലം. ചെറുക്കാൻ നീ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ കുറെ നേരം എന്റെ കെട്ടിയോടെ കൊച്ചിനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. ഈ കോലത്തിന് നിർത്തും കേട്ടോ സുമേ നിന്നെ. എപ്പൊ നോക്കിയാലും അടി. നല്ലോണം കൂടി ഒന്ന് മാറി നടറി. ഞങ്ങൾ അടി കൂടും, സ്നേഹിക്കും, പലതും ചെയ്യും. നീ ആരാ ഡയലോഗ് അടിക്കാൻ? അതെ, നീ ആരാ? നീ ആര്? നീ അല്ലേലും സുമേ, ഇവള് മറ്റേ ചെന്നൈ പോയിട്ട് വന്നപ്പോ എന്തോ വലിയ ആളായെന്നുള്ള പൊടിയത്ത് ഇവിടെ റെഡി കയറിപ്പൊടി. ഇരിയടി, ഞാൻ ഇട്ടോണ്ടിരിക്കുവല്ലായിരുന്നോ? എടി പൊടി, കയറിപ്പോ. ഞാൻ പറയുന്നത് കേട്ടാ മതി. നീ ഇവിടെ ഞാൻ പറയുന്നത് കേട്ടാ മതി, കയറിപ്പൊടി. നീ ആര് പറയുന്ന കേക്കും. ഇരി ഇവിടെ. പൊടി. രണ്ടും കൂടി ഒന്ന് നിർത്താവോ? കണ്ട, നീ ഇവിടെ ഇരുന്നാ മതി കേട്ടോ. ഞാൻ ഇവിടെ ഇരിക്കുക. എടുത്തോണ്ട് പറ അതിനെ. എടുത്തോണ്ട് പോണ വേണ്ടതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അല്ല ചിറ്റപ്പാ, ഇന്ന് നല്ല വെയിറ്റ് ഉണ്ടാ? എടി, ഇതിനകത്ത് ഒരുപാട് സിംറ്റം ഉള്ള പയ്യനാണ് ഇവൻ. എന്റെ പേരെന്താ അറിയാമോ? ഇമ്മാനുവൽ ജോൺ മാത്യു. സുമേനൊക്കെ നല്ല പേരാ എന്തായാലും. അത് ശരിയാ. നിന്റെ പേരെന്താണ്? നിന്റെ പേരെന്താണ്? ഇംഗ്ലീഷ്. പോട്ടെ ഞങ്ങളെന്നാ. പാട്ടുകൂത്ത് നാട്ട് 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 വീര നാട്ട്. അറിയാമോട്ട് പാട്ടുകൂത്ത്. അയ്യോ, കൊപ്പറ നിറച്ചുണ്ടായിരുന്നല്ല. കാക്ക കൊണ്ടുപോയാ? സുമേഷേ, സുമേഷേ, എന്താ വെച്ചാ കോലം കണ്ട് കാക്കാള് ചോക്കടി ചത്തോ? കണ്ട നിന്റെ കോലത്തിൽ കാക്ക വന്ന് കാഷ്ടിച്ചിരിക്കുന്നുണ്ടാ? എന്റെ കോലം അല്ല അച്ഛാ, ഇത് ഞാൻ ഉണ്ടാക്കിയ കോലം. അതിപ്പം കാക്ക അറിയാതെ കോലത്തിൽ വന്നിരുന്ന് കോലം കണ്ട് പേടിച്ച് കാട്ടിച്ചാവും. അവന്റെ ഒരു കോലം. എടാ, ഈ കോലത്തിന് വിശ്വസിച്ച് ഇവിടെ ഇട്ടിട്ട് അതിന്റെ തേങ്ങ മുഴുവൻ കാക്ക കൊണ്ടുപോയല്ലടാ മക്കളെ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അച്ഛാ. ഇത്രയും ടെറർ കോലം കണ്ടിട്ട് കാക്കകൾ പേടിച്ചില്ലെങ്കിൽ കാക്കകൾ ചില്ലറക്കാരല്ല അച്ഛാ, നമ്മൾ സൂക്ഷിക്കണം. ഒരു ഗുണമില്ലാത്ത 2 കോലങ്ങളായി പോയല്ലോ. അച്ഛാ, ഇങ്ങനെ പറഞ്ഞ ആക്ഷേപിക്കില്ല ഞങ്ങളെ.
1 തോറ്റാ 10 എന്നാണ് സുമേഷിന്റെ ഒരു ഇത്. അപ്പൊ അച്ഛൻ കുറച്ച് കുറച്ച് സമയം തന്നെ ഞാൻ സെറ്റാക്കി എടുത്തോളാം. കുറച്ച് സമയം എന്നൊക്കെ പറഞ്ഞാൽ ഈ തേങ്ങ മുഴുവൻ കാക്ക കൊത്തി കൊണ്ടുപോകുന്ന സമയം മതിയാ? അച്ഛൻ ഞാൻ പറയുന്ന അച്ഛൻ ഒന്ന് മനസ്സിലാക്കുക. ഒരു ഓപ്പറേഷൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആക്കി എടുക്കാൻ കുറച്ച് സമയം വേണ്ടി വരും. അതിന് അച്ഛൻ കുറച്ച് സമയം തരണം. അച്ഛനൊന്നും പറയാനില്ലേ? ഞാൻ എന്തോന്ന് പറയാൻ, പോയത് എനിക്കല്ലേ. എൻ്റെ തേങ്ങ പോയി, എൻ്റെ അധ്വാനം പോയി. ഞാനോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? അച്ഛൻ ഇങ്ങനെ സെന്റ് ആവല്ല അച്ഛാ. ഇതെന്റെ അഭിമാനത്തിന്റെ കൂടെ പ്രശ്നമാണ്. അച്ഛൻ നോക്കിക്കോ, ഈ ഇവിടെ വന്ന് കൊത്തിയെടുത്തോണ്ട് പോയ കാക്കകളൊക്കെ ഉണ്ടല്ലോ, അതിനെല്ലാത്തിനും ഞാൻ ഈ പറമ്പിൽ നിന്ന് പറർപ്പിച്ചിരിക്കും. ഇത് സുമേഷിന്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം എന്ന് മൊയ്തീൻ പറഞ്ഞിട്ടുണ്ട് കാഞ്ചിനടുത്ത്. എനിക്ക് എൻ്റെ വാക്കൊന്നും വേണ്ട. ഡേയ്, ഈ തേങ്ങയെന്ന് പട്ടിയെ ഓടിക്കാനല്ല കാക്ക ഓടിക്കാനാണ് നിന്റെ അടുത്ത് പറഞ്ഞത്. ഓടിച്ചോളാം. ഈ തേങ്ങയെന്ന് ഒരു കഷ്ണം തേങ്ങ എങ്ങാനും ഇനി കാക്ക എടുത്തോണ്ട് പോയാ എന്റെ തനി സ്വഭാവം നീ അറിയും. കണ്ടാ, ഇതിന് മൊത്തം നീ ഇവിടെ കാവലിരിക്കണം. ഈ കോളത്തിന് എനിക്ക് തീരെ വിശ്വാസമില്ല. അല്ലെ നീ എനിക്ക് വേറെ വഴി കണ്ടുപിടിച്ചു തരാം. എന്നാലും നിന്നെ വിശ്വസിച്ച ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തുമ്പോ നീ ഇങ്ങനെയാണോ കാണിക്കുന്നത്? എന്ത് ചെയ്യും? കത്തിയേറ് കാക്ക വെജിറ്റേറിയൻ ആണെന്ന് തോന്നല്ലോ.